ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം. അതെ, അള്ളാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി. എന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായമായ സൂറ അൽ മാഇദയിലെ വചനത്തെ സംബന്ധിച്ച് അല്പം കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാഷാ അല്ലാഹ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അതിൻ്റെ കൽപ്പനാ നിരോധങ്ങൾ അത് മനുഷ്യ ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ളതാണ്. അത് സാധ്യമാക്കുന്നതിന് വേണ്ടി മനുഷ്യ മനസ്സുകളിൽ പ്രചോദനമുണ്ടാക്കാൻ വിവിധ ശൈലികളിൽ ഖുർആൻ അത്തരം കാര്യങ്ങൾ പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 9 രൂപത്തിലുള്ള പ്രതിപാദന ശൈലി നമ്മൾക്ക് ഇത്തരത്തിൽ ഖുർആനിലൂടെ കണ്ടെത്താം. അങ്ങനെയുള്ള ഒരു പ്രതിപാദന ശൈലിയാണ് മാഇദയിലെ 2-ാമത്തെ വചനത്തിലൂടെ സത്യവിശ്വാസികളെ എന്ന അഭിസംബോധനയിലൂടെ കുറ്റകരമായ ഒരു കാര്യത്തെപ്പറ്റി താക്കീതോടെ പ്രസ്താവിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല. ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് നിങ്ങൾ അനാദരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശഗായിറല്ലാഹി വലശ്ശഹ്റൽ ഹറാമ വലൽ ഹദിയ വലൽ ഖലായിദ് വലാ ആമീനൽ ബൈത്തൽ ഹറാം. ഹേ വിശ്വാസികളെ, നിങ്ങൾ മതചിഹ്നങ്ങളെ അനാദരിക്കരുത്. അതുപോലെ പവിത്രമായ മാസങ്ങളെയും അതുപോലെ തന്നെ ബലിമൃഗങ്ങളെയും ആ ബലിമൃഗങ്ങളുടെ കഴുത്തിൽ അടയാളത്താലികളെയും വിശുദ്ധ മന്ദിരത്തെ ലക്ഷ്യമാക്കി പോകുന്ന തീർത്ഥാടകരെയും നിങ്ങൾ അനാദരിക്കരുതേ. പ്രിയമുള്ളവരെ, ഇവിടെ അള്ളാഹു ആദ്യം പറഞ്ഞ ശഗായിറുല്ലാഹ്, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങൾ. നമുക്കറിയാം, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് മതചിഹ്നങ്ങളെന്ന്. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശഗായിരില്ലാഹ്, തീർച്ചയായും സ്വഫയും മർവയും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാകുന്നു. അങ്ങനെ സ്വഫയും മർവയും കഅബയും ജിമാർ അഥവാ 3 ജംറകളും മശ്അറുൽ ഹറാമും മുസ്ദലിഫ എന്ന് വേണ്ട വിശുദ്ധ ഖുർആനും സ്വലാത്ത്, സൗം, ഹജ്ജ് ഇതെല്ലാം മതചിഹ്നങ്ങളായി നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ അള്ളാഹു ആദ്യം പറഞ്ഞ ആ മതചിഹ്നങ്ങളുടെ വിഷയം, ഞാൻ ഹജ്ജ് ചെയ്ത അവസരത്തിൽ അള്ളാഹു വിലക്കിയ ഇത്തരം കാര്യങ്ങളോട് എത്രത്തോളം മനുഷ്യർ അശ്രദ്ധയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട ഒരു സംഭവമാണ് സ്വഫാ മർവക്കിടയിലൂടെയുള്ള സഅയ്. നമുക്കറിയാം, അവിടെ ബത്നുൽ വാദി എന്ന് പറയുന്ന പച്ച അടയാളം വെച്ച സ്ഥലത്ത് മാത്രമാണ് റസൂലുള്ളാഹ് ധൃതിയിൽ നടന്ന് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇതല്ല, ഞങ്ങൾക്ക് സിമ്പിളാണ്, ഈസിയാണ് എന്ന് കാണിക്കത്തക്ക രൂപത്തിൽ ഒരു ഓട്ട മത്സരം നടത്തുന്ന രംഗങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജിമാറുകളിൽ, അതായത് 3 ജംറകളിൽ എറിയുന്ന സമയത്ത് മനുഷ്യരെല്ലാം എന്തെന്നില്ലാത്ത പ്രകടനങ്ങളാണ്. ക്രൂരമായിട്ടും ദേഷ്യത്തോടെയും അട്ടഹസിച്ചും ശൈത്വാനെ ചീത്ത വിളിച്ചും കല്ലുകൾ എറിയുന്ന ഒട്ടേറെ മനുഷ്യന്മാര്. അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട്, ചെരുപ്പ് വെച്ചിട്ട്, മരക്കഷ്ണങ്ങൾ വെച്ചിട്ടെല്ലാം അവരുടെ അരിശം തീർക്കുന്ന വല്ലാത്ത രംഗങ്ങളാണ് ഹജ്ജ് വേളയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് പ്രിയമുള്ളവരെ സൂറത്ത് ഹജ്ജിലെ ഒരു ആയത്ത് പ്രസക്തമാകുന്നത്. വമൻ യുഗല്ലിം ശഗായിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിച്ചാൽ അത് അവൻ്റെ കൽബിൽ നിന്നുള്ള തഖ്വയാണ് എന്നാണ്.
സമയത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടത് കൊണ്ട് ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ നമ്മളോട് ആദരിക്കപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ട കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന ആ ഒരു കൽപ്പനയെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മൾ പാലിച്ചും ശ്രദ്ധിച്ചും ജീവിക്കേണ്ടതാണ് എന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഈ ആയത്തിന്റെ അവസാന ഭാഗത്തുള്ള അള്ളാഹുവിന്റെ താക്കീത്, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന്. ഇത്തരം പാവന വസ്തുക്കളോടും മനുഷ്യർ തമ്മിലുള്ള കടമകളിലും കടപ്പാടുകളിലും ശ്രദ്ധിക്കാത്തവർക്ക്, അതിലതിര് കവിയുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു തആല നൽകുന്ന കഠോരമായ ശിക്ഷയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിന്റെ അവസാന ഭാഗത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗഫൂറും ഗഫാറും റഹീമും റഹ്മാനും വദൂദുമായ റബ്ബിന്റെ മുഴുവൻ കൽപ്പനാ നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാനുള്ള ഒരു ഉണർത്തലോടുകൂടി ഞാൻ എൻ്റെ വാക്കിനെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.